ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചിരട്ട കൊണ്ട് ഒരു ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വയ്ക്കാൻ പറ്റിയ ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് ഒരു മുഴുവനായിട്ടുള്ള ചിരട്ടയാണ്. എന്ന് വെച്ചാൽ ഒരു തേങ്ങയ്ക്കുള്ളിൽ നിന്ന് കിട്ടുന്ന ചിരട്ട ഫുള്ളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ക്ലീനാക്കി എടുക്കാം ഫുള്ള്. അപ്പോൾ ഞങ്ങൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ചിരട്ടയുടെ എന്ന് വെച്ചാൽ 2 ചിരട്ടയും മുറിക്കണം. ഞാനിപ്പോൾ ഒരു ചിരട്ടയുടെ മോൾ ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ ചിരട്ടയുടെയും മോൾ ഭാഗം മുറിച്ചെടുക്കണം. ഈ ഭാഗം മുറിച്ചെടുക്കണം, ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ. അപ്പോൾ നമ്മളിന്ന് ഇൻട്രോ ഒന്നും പറഞ്ഞില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇൻട്രോ ഒന്നും പറഞ്ഞില്ല. എങ്ങനെ സാധാരണ ഒരു വീഡിയോ പോലെ ചെയ്യാണ്. പിന്നെ നമ്മൾ ചിരട്ട ഇപ്പോൾ 2 എണ്ണം മോൾ ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മോൾ ഭാഗം ആവശ്യമില്ല അതിൻ്റെ മുറിച്ചെടുത്ത സാധനം. അപ്പോൾ 2 ചിരട്ടയും ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുമ്പോൾ നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന് ശേഷം നമുക്ക് വേറൊരു ചിരട്ട എടുത്തിട്ട് അതിൻ്റെ ഞാനിപ്പോൾ കാട്ടണ പോലെ അത്യാവശ്യം വലുതായിട്ട് നിങ്ങൾ മുറിക്കുക, അത് മുറിച്ചെടുക്കുക. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ആ ഭാഗം മാത്രം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നന്നായിട്ടല്ല, കുറച്ചും കൂടി മുറിച്ചെടുത്തതിന് ശേഷം ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ മുറിക്കുന്നൊന്നും കാട്ടിയിട്ടില്ല, ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ആ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ മുറിച്ചെടുത്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ചെരിഞ്ഞ് പോയോണ്ട് ഇളകണുണ്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ ചട്ടി ഉണ്ടാക്കുമ്പോൾ അത് തട്ടിയാലൊക്കെ പെട്ടെന്ന് മറിഞ്ഞു വീഴും. അതുകൊണ്ട് നമ്മളൊരു സാൻഡ് പേപ്പർ എടുത്തതിന് ശേഷം ആ ഭാഗം അടിഭാഗം ഒന്ന് നേരെയാക്കണം, ഉരച്ച് കൃത്യ റൗണ്ടിൽ നേരെ ആവണ വരെ ഉരയ്ക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉരച്ച് കഴിയുമ്പോഴും നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. വെച്ചിട്ട് ഇങ്ങനെ തട്ടി നോക്കാം ഇളകൊണ്ടോന്ന്. അപ്പോൾ ഇളകാത്ത സമയം വരെ നമ്മൾ ഇത് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തട്ടി നോക്കുമ്പോൾ ഇളകണില്ല, ഒട്ടിളകണില്ല. അപ്പോൾ അതുപോലെ ആക്കി എടുക്കണം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ കണ്ട കൃത്യം നേരെയായിട്ടിരിക്കണം. അപ്പുറത്തെ ഭാഗം ഇപ്പുറത്തെ ഭാഗമൊക്കെ കൃത്യ റൗണ്ടിൽ നേരെയായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ അടുത്തത്തെ പണിയിലേക്ക് കിടക്കുക. അടുത്തത്തെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കണം ഉരച്ച്. അപ്പോൾ ചിരട്ടയ്ക്ക് നമ്മൾ നന്നായിട്ട് ഉരയ്ക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ വരും. ആ കളർ വരെ നമ്മൾ ഉരയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡാക്കിക്കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ എല്ലാ ഭാഗത്തെയും നാരുകൾ നന്നായിട്ട് കളയുക. നാരുകളൊന്നും വരാൻ പാടില്ല. അത് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് വൃത്തികേടാവും നാരുകൾ ഇങ്ങനെ പൊന്തിക്കണതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ഇപ്പം ഉരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ക്ലീൻ ആവേണ്ടതെന്ന്. ഇത് കണ്ടോ, ഇപ്പോൾ ഇതുപോലെ വന്നേക്കണുണ്ട്, ഒരു കറുപ്പ് കളർ വന്നേക്കണുണ്ടോ. അപ്പോൾ അത് കഴുകി കളഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കുക, കണ്ട ഇതുപോലെ ആവണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗങ്ങളും ഉരച്ച് ഇതാക്കാം, നാരുകൾ കളഞ്ഞ് ക്ലീൻ ആക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഉരച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മറ്റേ ഇങ്ങനെ പൊന്തിക്കണ ഭാഗങ്ങൾ ഉരച്ച് മറ്റേതിൻ്റെ ഒപ്പം തന്നെ ആക്കണം. അതിന് ശേഷം നമുക്ക് ആ ഉള്ളിൽ സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കിയുണ്ട്. ഇനി കഴുകിയാൽ കുറച്ചുകൂടി ഭംഗിയാവും. അപ്പോൾ ഇനി അതിന് മുമ്പായിട്ട് നമ്മൾ ബാക്കി 2 ചിരട്ടകൾ എന്ന് വെച്ചാൽ മുകളടിയിലും വയ്ക്കാൻ പറ്റിയ ചിരട്ടകൾ എടുത്ത് ക്ലീൻ ആക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ അടിയിൽ വെക്കണ ചിരട്ടില്ലേ, അതിൻ്റെ നമ്മുടെ അടിഭാഗവും കുറച്ച് നേരെ ആക്കണം. അതും കുറച്ച് ചെരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെയായിട്ട് മുറിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെരിഞ്ഞിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് അതും ഇരിക്കില്ല. മറ്റേ അടിയിൽ വെക്കണ ചിരട്ടയുമ്പോൾ നന്നായിട്ട് ഇരിക്കില്ല. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഉരയ്ക്കുന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം ഉരച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക നേരെയായിട്ടുണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി പൊന്തിയ ഭാഗങ്ങളുണ്ടോയെന്ന്. അപ്പോൾ എൻ്റെ ഇവിടെ കുറച്ചുകൂടി പൊന്തിയ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗം കൂടി ഒന്ന് ഉരച്ച് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ കൃത്യം നേരെയായിട്ടുണ്ട്, ചെരുവ് ചെറുതായിട്ട് ഉണ്ട്. അപ്പോൾ ആ ഭാഗം കൂടി നമുക്ക് ക്ലീൻ ആക്കാം. ബാക്കി എല്ലാ സ്ഥലം കൂടി നേരെയായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ആ ഭാഗം കൂടി ഒന്ന് ഉരച്ച് നേരെയാക്കുകയാണ്. വെച്ചപ്പോഴേക്കും അത് ഉണങ്ങി, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി മറ്റേ അടിയിലത്തെ ആ ഭാഗം കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് അടിഭാഗം ഏതാണെന്ന് സെലക്ട് ചെയ്യുക, നല്ലത് നോക്കി മുകൾ ഭാഗം വയ്ക്കുക. അതിനുശേഷം നമ്മളിത് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. നമ്മളിത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളിൽ നിന്നായാലും പുറത്തുനിന്നായാലും എങ്ങനെയാണെങ്കിലും ഒട്ടിക്കുക. പുറത്തുനിന്ന് ഒട്ടിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നിയത്. അതിനുശേഷം നമുക്ക് മറ്റേ MC എടുക്കാം. MC എടുത്തിട്ട് നമുക്ക് ഈ ഭാഗങ്ങളിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിടുമ്പോഴായാലും പിന്നെ ചെടി വെച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോഴായാലും പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ MCയിൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പണിയൊന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് വരാം. ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിനി ഇത് ഫുള്ളും MCയിൽ ഒട്ടിച്ച് കൊടുക്കണം, ചുറ്റിനും MCയിൽ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് മുഴുവൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് MCയിൽ. അതിനുശേഷം നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ആ മുകളിലേക്ക് വന്ന ഭാഗങ്ങളില്ല എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത മുകളിലേക്ക് വന്നേക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് ചെത്തി ഒന്ന് മുറിച്ച് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണ പോലെ ചെയ്യരുത്. അത് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് പോലെ അവിടെ ഒന്ന് പൊന്തിപ്പോവും. അപ്പോൾ നമ്മൾ ഒട്ടിച്ചതിൽ വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തതുപോലെ ചെയ്യരുത് എന്ന് വെച്ചാൽ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ചെത്തിയെടുക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. സൈഡിലേക്ക് ഒന്ന് ചെത്തിയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ പൊന്തി വരും. പിന്നെ അത് വീണ്ടും കൈ കൊണ്ട് ഒട്ടിച്ചിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ വീണ്ടും ഞാനങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. മുന്നിലേക്ക് ഇങ്ങനെ ചെത്തി എടുക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ ഒട്ടിയിരുന്നോളും.